പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മെയ് മാസം മെലനോമ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഉള്ള ഒരു മാസമായിട്ടാണ് ഞങ്ങൾ ക്യാൻസർ വിദഗ്ധന്മാർ കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സുപരിചിതമല്ല, കോമൺ അല്ല. അങ്ങനെ ഒരു രോഗമാണ് മെലനോമ. ഇത് സ്കിൻ, തൊലിപ്പുറത്ത് വരുന്ന ഒരു ക്യാൻസറാണ് മെലനോമ. തൊലിപ്പുറത്ത് മാത്രമല്ല, വായ്ക്കകത്തും മലദ്വാരത്തിലും വയറ്റിനുള്ളിലും ഒക്കെ മെലനോമ വരാം. പക്ഷേ ബഹുഭൂരിഭാഗം മെലനോമകളും തൊലിപ്പുറത്ത് വരുന്ന ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ക്യാൻസറാണ് മെലനോമ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ മറുക് മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സെല്ലിന് വരുന്ന ക്യാൻസറാണ് മെലനോമ. അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൽ മറുകുകൾ കാണും. പക്ഷെ മെലനോമ, ഈ ഒരു മറുക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെലനോമ വരുമ്പോൾ ഈ മറുകിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അത് എസിമെട്രി എന്ന് പറയും. ഒന്നാമത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ എസിമെട്രി. അതിൻ്റെ ഒരു ഹാഫ് മറ്റേ ഹാഫ് പോലെ അല്ല. സാധാരണ മറുക് ഒരു സിമെട്രിക്കലാണ്. ഒരു പകുതി മറ്റേ പകുതി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് എസിമെട്രിക് ആകും. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വശങ്ങൾ, ബോർഡർ, അത് എപ്പോഴും റെഗുലറാണ്, ഒരിക്കലും ഇറഗുലർ അല്ല ബോർഡറുകൾ. അതാണ് ബി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. സി എന്ന് വെച്ചാൽ കളറാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു മറുകുണ്ടെന്ന് വരികിൽ ജനിക്കുമ്പോൾ മുതൽ സാധാരണഗതിയിൽ മരിക്കുന്നവരെ അതിൻ്റെ കളർ ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പം മെലനോമ അങ്ങനെയല്ല, ഇതിൻ്റെ കളറ് മാറും. അതിനാണ് സി, അതിൻ്റെ കളർ ചേഞ്ച്. പിന്നെ അത് എലവേഷൻ വരാം, അത് പൊങ്ങി വരാം. അതിനാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വലുതാകും. ഒരു മറുക്, സാധാരണ മറുക് വലുതാകാറില്ല. നമ്മുടെ മെലനോമ ആകുമ്പോഴത്തേന് ഈ മറുക് വലുതാകും. അതിന് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും. സാധാരണഗതിയിൽ മറുകളിൽ ചെറുതാകും, വലിയ മറുകളുള്ള ആൾക്കാരുമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഡയമീറ്റർ വലുതാകുന്നതിനാണ് ഡി എന്ന് പറയുന്നത്. പിന്നെ എലവേഷൻ, സാധാരണ മറുകളൊക്കെ സ്കിന്നിൻ്റെ അതേ നിരപ്പിൽ തന്നെ ആയിരിക്കും. ഒരു നിരപ്പായിട്ട് നിൽക്കുന്ന ഒരു മറുക അത് വലുതാവുകയാണെങ്കിൽ, അത് പൊന്തി വരുവാണെങ്കിൽ, അത് പുണ്ണാകുവാണെങ്കിൽ, അതിനകത്ത് ബ്ലീഡ് ചെയ്യുവാണെങ്കിൽ അതിനെയൊക്കെ മെലനോമയായിട്ട് നമ്മൾ കണക്കാക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെലനോമ ആദ്യഘട്ടത്തിൽ ചികിത്സിച്ചാൽ ഇത് പരിപൂർണമായിട്ടും ഏകദേശം 90% മേളിൽ എല്ലാവർക്കും തന്നെ ഇത് ചെറിയ സർജറി, അത് വട്ടത്തിൽ എടുത്തു കളഞ്ഞാൽ തന്നെ എല്ലാവരുടെയും രോഗം മാറുന്നൊരു രോഗമാണ് മെലനോമ. നമ്മുടെ നാട്ടിൽ മെലനോമ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ തുടക്കത്തിലുള്ള മെലനോമ കിട്ടാറില്ല. പല രോഗികളിലും മെലനോമയായിട്ട് വരുന്ന അവസരത്തിൽ തന്നെ ആ രോഗം ലിംഫ് ഗ്രന്ഥികളിലേക്കോ അല്ലെങ്കിൽ വേറെ അവയവങ്ങളിലേക്കോ വ്യാപിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇതിൻ്റെ കട്ടി കൂടുതലായിരിക്കും. ഇത് താഴെയുള്ള ഫാറ്റിലേക്കോ മസിലിലേക്കോ ഒക്കെ ഇത് കിഴിഞ്ഞിറങ്ങിയ അവസരത്തിലായിരിക്കും നമ്മുടെ നാട്ടിൽ പല മെലനോമകളും വരിക. പണ്ട് കാലത്ത് ഈ മെലനോമയ്ക്ക് ചികിത്സയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് കീമോതെറാപ്പി ഒന്നും അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. മെലനോമയ്ക്ക് ഹോർമോൺ ചികിത്സയൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് മെലനോമ സ്റ്റേജ് 4 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മരുന്നൊക്കെ കൊടുത്തു വിടും. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് മാറി. നമ്മൾ 4ാം ഘട്ടത്തിലെത്തിയ മെലനോമ പോലും പല രോഗികൾക്കും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്. അത് പല തരത്തിലുള്ള ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകളുണ്ട്. ഒന്നിലധികം ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ ഈ മെലനോമ എന്ന് പറയുന്ന രോഗത്തിന് വളരെ ഫലപ്രദമാണ്. നമ്മൾ മരിച്ചു പോകും അല്ലെങ്കിൽ രോഗം മാറത്തില്ല എന്ന് കരുതിയ പല മെലനോമ രോഗികളും ഇന്ന് രോഗം മാറി സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതെനിക്ക് മാത്രമല്ല, എല്ലാ ക്യാൻസർ ചികിത്സകർക്കും ഇങ്ങനെയുള്ള രോഗികൾ കാണും. അപ്പോൾ മെലനോമ എന്ന് പറയുന്ന രോഗം വളരെയധികം ക്യൂറബിളായി, ഇവൻ സ്റ്റേജ് 4 കണ്ടെത്തിയാൽ പോലും അത് ചികിത്സിച്ച് മാറ്റാൻ എല്ലാവർക്കും ഇല്ല, പക്ഷേ നല്ലൊരു ശതമാനം ആളുകളിൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെലനോമ അവെയർനെസ് മന്തായ മെയ് മാസത്തിൽ
ഈ മെലനോമ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് എനിക്ക് പൊതുവെ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.